ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ ഒരു ചീര വടയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി വടയാണ്. ഉഴുന്നും കടലപ്പരിപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വട, ചീരയും കൂടിയിട്ട്. അതിനായിട്ടൊരു കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു കപ്പ്. അതിലൊരു 3 മണിക്കൂർ കുതിർത്തിട്ട് ഉണ്ടാകുന്ന പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ അരക്കപ്പ് ഉഴുന്ന് ഒരു 2-3 മണിക്കൂർ കുതിർത്തത് നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അരക്കെല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം ഒന്നും അരഞ്ഞതാവരുത്, പിന്നെ വെള്ളം ഉണ്ടാവരുത് തീരെ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഉഴുന്ന് അരച്ചുള്ളത്, അരക്കല്ല ക്രഷ് ചെയ്തെടുത്തുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് രണ്ടും പാടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു അരഞ്ച് കനത്തിലുള്ളൊരു ഇഞ്ചി ചെറുതായി അരിഞ്ഞ്, 2 പച്ചമുളക്, കറിവേപ്പില വേണ്ട, ഇതിൽ ഇലയുള്ള കാരണം പിന്നെ വേണ്ട, ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം, പാകത്തിന് ഉപ്പ്. അത് നന്നായി 2 പിടി മുരിങ്ങയുടെ ഇലയാണ് എടുത്തുള്ളത്. ഞാൻ ഏത് ചീര ഇല വേണമെങ്കിലും എടുക്കുക. അത് മുരിങ്ങയുടെ ഇലയാണ് എടുത്തുള്ളത്. മറ്റേ പാലക്ക ചീര, സാധാ കടയിൽ നിന്ന് വാങ്ങണ ചീര 2 പിടി. അതൊക്കെ ആണെന്ന് നന്നായി ചെറുതായി അരിയണം. മുരിങ്ങയുടെ ഇല പിന്നെ അരിയേണ്ട ആവശ്യമില്ല. മറ്റുള്ള ചീരകളൊക്കെ പൊടി പൊടിയായിട്ട് അരിയണം. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഒരു പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇതായി കിട്ടും. ഈ വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല അരക്കണയിൽ. എന്നിട്ട് ചെറുതായിട്ടൊരു പരിപ്പടക്കൊക്കെ എടുക്കണ പോലെ എടുത്തിട്ടൊരു വാഴയുടെ ഇല, ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തിലേലും തരി വെള്ളം തെളിച്ചിട്ട് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് നന്നായി ഒന്ന് ഒട്ടൊന്നുമില്ല തിളച്ചെണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി നടുക്ക വേണമെങ്കിൽ ഒരു ഓട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നല്ലത് പരിപ്പുവടയുടെ പോലെയല്ല, നന്നായി പരത്തിയെടുക്കണൊരു വടയാണ്. നന്നായി ഒന്ന് പരത്തുക. ഞാനിത് ഇടയ്ക്ക് കടയിലേക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചീരൊക്കെ ഉള്ളപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി വടയാണ്. നന്നായി മുരിയും, നല്ല മുരിച്ചലോട് കൂടിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. നല്ല ഉറപ്പോട് കൂടിയിട്ട് കുറച്ച് അരക്കരിക്കുത്. അതുപോലെ അടുത്തതും ഞാൻ അതുപോലെ ഇലയിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇലൊന്ന് തുടച്ചിട്ട് ഒരേ ബോൾസ് എടുത്ത് പരത്തി നടുക്കലൊരു ഓട്ടൊക്കെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ അത് ചെറുതായിട്ട് ചെറിയ തീയിലിങ്ങനെ വേവിച്ച് മൊരിച്ചെടുക്കുക. അധികം ഓയിലൊന്നും വേണ്ടി വരില്ല അതിന്. സാധാരണ പരിപ്പുവട ഉണ്ടാക്കണ പോലെ അല്ലത്. ഇത് അതിലും എളുപ്പമാണ്. പരിപ്പുവടക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. ഞാനുണ്ടാക്കണ പരിപ്പുവടയുടെ റെസിപ്പി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ കാണാത്തവരൊന്ന് കാണുക. ഞാൻ സെയിൽ ചെയ്യണതാണ്. അപ്പോൾ അത് ഞാൻ നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വടയാണിത്. ആർക്കും വേണമെങ്കിൽ സെയിൽ ചെയ്യാം. ഒരു വെറൈറ്റി ഒക്കെ ആകുമ്പോൾ ആൾക്കാർ വാങ്ങുമല്ലോ. ഇത് കൂടുതൽ ഉഴുന്നും അതിൻ്റെ പകുതി കടലപ്പരിപ്പും ആയിട്ടാണിത് വരുന്നത്. ഇതുപോലെ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് സെയിൽ ചെയ്യണത്. എല്ലാവരും ഒന്ന് നോക്കുക. സെയിൽ ചെയ്യണവർക്ക് സെയിൽ ചെയ്യുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ റെസിപ്പിയും ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.